morning. Sarai, good morning. Idra, good morning. Good morning, sir. Good morning, Bharati. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതോ എനിക്ക് പേര് മാത്രമേ കാണാനുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണ്. Good morning, sir. സന ഗുഡ് മോർണിംഗ്. സന ഏത് വായിച്ചാ? ഏത് വായിച്ചാ? ഞാൻ റിപ്പീറ്ററാ. ഓക്കെ, തുടങ്ങാം നമുക്ക്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാച്ച് ദ ഫോളോയിങ്. A body which regained the original shape after the removal of external force. After the removal of external force. എന്തെന്ന് പറയാം? A body which does not regain original shape after the removal of external force. Body which does not show any deformation on applying external force. Property of a body to regain its original configuration when deforming force are removed. ആർക്കെങ്കിലും ആൻസർ പറയാമോ? സന ഏതാ ആൻസർ? AQ ആണ്. പിന്നെ അടുത്തത് B plastic body. B plastic body. അപ്പൊ B6 ആണ്. B6 ആണ്. ഓക്കെ. C rigid body. CS ആണ്. CS ആണ്. അപ്പൊ ഒരു ഓപ്ഷൻ ആയി. ഏതായിരിക്കും ആൻസർ? ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ എ അല്ലേ ആൻസർ? എ ആണ് ആൻസർ. ചെക്ക് ചെയ്യാം. അതെ അതെ, എ ആണ് ആൻസർ. ബോഡി വിച്ച് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് കാൾഡ് ഇലാസ്റ്റിക് ബോഡി. AQ ആണ്. എ ബോഡി വിച്ച് ഡസ് നോട്ട് റീഗെയിൻ ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് കാൾഡ് പ്ലാസ്റ്റിക് ബോഡി. Body which does not show any deformation on applying external forces is called rigid body. The property of a body to regain original configuration when deforming force are removed is called elasticity. Okay. So one in the answer correct ആണ്. A ആണ്. Second question. ശിവദ പ്രസാദ്. ഒന്ന് വായിക്കാമോ സെക്കൻഡ് ക്വസ്റ്റ്യൻ? The potential energy U of two atoms of a diatomic molecule as a function of distance r between the atom as shown in the figure. Read the following statement carefully. The equilibrium separation distance between the atom is equal to R2. At R equal to R, the force between some is repulsive. For R greater than R2, the force between the atom is attractive. Which of the above statement is true? ഈ ഗ്രാഫിന്റെ കോൺസിക്വൻസ് അറിയാമോ? പറയട്ടെ.
Yes, sir. ഇതാണ് ഗ്രാഫ്. ആരൊക്കെ തമ്മിലാ ഗ്രാഫ് വരച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്റ്റൻസും തമ്മിലല്ലേ? ഈ പോയിന്റിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 അല്ലേ? ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, ഇവിടെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതും ക്ലിയർ അല്ലേ? Yes, sir. ഇതുവരെ ഈ ഭാഗം, ഇത്രയും ഭാഗം ഗ്രാഫ് എന്തിനെ കാണിക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റിപ്പൽഷനാ. ഓക്കെ, ഈ താഴത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും ഭാഗം, ഈ ഭാഗം ആരാ? അട്രാക്ഷനാ. രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഫോഴ്സിന്റെ ഗ്രാഫും അറിയണം, പൊട്ടൻഷ്യലിന്റെ ഗ്രാഫും അറിയണം. അറിയാമോ? അറിയടാ. ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ്, രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഫോഴ്സ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഫോഴ്സിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇരിക്കും. R ഈക്വൽ ടു R0 ആയാൽ ഫോഴ്സ് എന്തായിരിക്കും? 0. R ഗ്രേറ്റർ ദാൻ R0 ആയാൽ F എന്തായിരിക്കും? അട്രാക്ഷൻ. R ലെസ് ദാൻ R0 ആയാലോ? റിപ്പൽഷൻ. ഇത് പഠിച്ചിട്ടില്ലേ ഓൾറെഡി? ഈ ഫോഴ്സ് 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കുമോ, അതോ മിനിമം ആയിരിക്കുമോ, അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കുമോ? അപ്പോ പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ R ഈക്വൽ ടു R0 ആകുമ്പോൾ, നിങ്ങളൊന്ന് പറഞ്ഞേ, R ഈക്വൽ ടു R0 ആകുമ്പോൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? മിനിമം ആയിരിക്കും. ഫോഴ്സ് 0 ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും അല്ലേ? ഇനി നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഇപ്പൊ രണ്ടും കൂടെയുള്ള കമ്പാരിസൺ മറന്നു പോകണ്ട. ഫോഴ്സ് 0 ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, ഇത് പറഞ്ഞേ. R ഈക്വൽ ടു R2 ആകുമ്പോൾ R ഈക്വൽ ടു R2 ഇക്വിലിബ്രിയം സെപ്പറേഷൻ ആണോ? അല്ല. R ഈക്വൽ ടു R2 ആകുന്ന സമയത്ത് F ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് അത് ഇക്വിലിബ്രിയം അല്ലല്ലോ. ഫോഴ്സ് തമ്മിലല്ലല്ലോ ഗ്രാഫ് വരച്ചിരിക്കുന്നേ, പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്റ്റൻസും തമ്മിലല്ലേ? R ഈക്വൽ ടു R2 ആയിരിക്കും. R ഈക്വൽ ടു R2, ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് റിപ്പൽസീവ് ആണോ? നമ്മൾ ഓൾറെഡി മറ്റേ ഗ്രാഫ് കണ്ടതല്ലേ, ഫോഴ്സിന്റെ ഗ്രാഫ് കണ്ടതല്ലേ?
ഫോഴ്സിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? പൊട്ടൻഷ്യലിന് മിനിമം ആകുമ്പോഴല്ലേ ഫോഴ്സ് സീറോ ആവുന്നത്. അപ്പൊ അതുമല്ല. പിന്നെ ഏതാ ആൻസർ? R ഗ്രേറ്റർ ദാൻ R2 ആയാൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് അട്രാക്റ്റീവ്. ശരിയാണോ? ഏതാണ് ആൻസർ? അപ്പോ R2 ആവുന്ന സമയത്ത് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സീറോ ആകുന്ന സമയത്ത് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? നെഗറ്റീവ് ആയിരുന്നു. അത് അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? ഫോഴ്സ് നെഗറ്റീവ് ആയാൽ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? നിങ്ങളെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയല്ലേ? R ഈക്വൽ ടു ആരായാൽ R0 ആവുമ്പോ ഈ പോയിന്റിൽ ഫോഴ്സ് സീറോ അല്ലേ? ഈ പോയിന്റ് ആയാലും 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 എല്ലാം ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫോഴ്സ് നെഗറ്റീവ് ആയാൽ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? അട്രാക്ഷൻ. അപ്പൊ എന്താ ആൻസർ? യെസ്. ആൻസർ 2ന്റെ ആൻസർ നോക്കാം. ഇത് കൊടുത്തിരിക്കുന്നത് ബി ആണ്. ബി ഉറപ്പായി പറയാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ്? 2B. R ഈക്വൽ ടു മിസ്റ്റേക്ക് ആയിരിക്കും. R ഈക്വൽ ടു R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ R ഗ്രേറ്റർ ദാൻ R2 ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് അട്രാക്റ്റീവ്. അപ്പൊ ആൻസർ ഏത് തന്നെയാണ്? 3 അല്ലേ ആൻസർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇത് തന്നെയാണോ? ABCD ഉണ്ടാവില്ലേ? ഇല്ല. ഇക്വിലിബ്രിയം R ഈക്വൽ ടു R2 എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് അല്ല. ഫോഴ്സ് ആണെങ്കിലേ അത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആവുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി സീറോ ആകുന്ന സമയത്തെ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ സീറോ ആകുന്ന സമയത്ത് ഫോഴ്സ് സീറോ അല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഫോഴ്സ് സീറോ ആവുന്ന ഡിസ്റ്റൻസിനെയാണ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിക്കാമോ? ആരെങ്കിലും ഒന്ന് വായിക്കാമോ? A steel rod of length 1 meter and radius 10 millimeter is pressed by a force of 100 kilonewton along its length. The stress produced in the rod is The stress produced in the rod is യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. സ്റ്റീൽ റോഡിന്റെ ലെങ്ത് അറിയാം, റേഡിയസ് അറിയാം, ഫോഴ്സ് അറിയാം, സ്ട്രെസ് അല്ലേ കാണണ്ട അല്ലേ? Y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? പക്ഷേ അപ്പൊ സ്ട്രെസ് ഈസ് ഈക്വൽ ടു Y ഇൻറ്റു സ്ട്രെയിൻ അല്ലേ?
വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെച്ച് ചെയ്ത ലെങ്ത് തന്നിട്ടില്ലല്ലോ, ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ട്രെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ എടുത്താൽ പോരെ. ഫോഴ്സ് 100 കിലോ ന്യൂട്ടൺ, അപ്പൊ 100 × 10⁻³ ബൈ ഏരിയയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ പൈ ഇൻറ്റു റേഡിയസ് 10 മില്ലിമീറ്റർ ആണ്. അപ്പോ 10 × 10⁻³ ഹോൾ സ്ക്വയർ. ന്യൂമറേറ്ററിൽ 10⁵ ബൈ പൈ ഇൻറ്റു 10 × 10⁻³ 10⁻². അതിന്റെ സ്ക്വയർ വരുമ്പോൾ 10⁻⁴. ആൻസർ 10⁹ ബൈ പൈ. 10 × 10⁹ ബൈ പൈ. 10 ബൈ പൈ എന്ന് പറയുമ്പോൾ ഏകദേശം 10/3. 10/3 എന്ന് പറയുമ്പോൾ ഏകദേശം 3ക്ക് അടുത്ത് വരും. ഇപ്പൊ 3 പോയിന്റ് സംതിങ് ആണ് ആൻസർ. ഇൻറ്റു 10⁻⁴ പവർ എന്തായിരിക്കും? 8 അല്ലേ ഉണ്ടാവുള്ളൂ. ഏതാ ആൻസർ? സി. സി. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ കിട്ടില്ല. കാരണം എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ അറിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് സ്ട്രെസ് കാണാൻ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. നമ്പർ 3യുടെ ആൻസർ സി. കറക്റ്റ് ആണ്, സി ആണ്. ഏരിയക്ക് പകരം πr² എന്ന് കൊടുത്താൽ മതി കേട്ടോ. 4, ക്വസ്റ്റ്യൻ നമ്പർ 4. In the ratio of diameters, lengths, and Young's modulus of steel and brass wires are shown in figure PQR respectively. Ratio of diameters, lengths, Young's modulus. Corresponding ratio of increase in their lengths would be corresponding ratio of increase in lengths would be ആരുടെ ലെങ്താ കൂടുതൽ കൂടാന്ന്? ബ്രാസും ഉണ്ട്, സ്റ്റീലും ഉണ്ട്. ഇൻക്രീസ് ഇൻ ലെങ്ത്തിന്റെ റേഷ്യോ അല്ലേ വേണ്ടത്? So Young's modulus is equal to F into F/A divided by L/L എന്ന് എഴുതാം. സ്മോൾ L by capital L എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. Y is equal to FL divided by A into small l. ഇത് സ്മോൾ അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ സ്മോൾ L is equal ഇലോങ്ങേഷനാണ് വേണ്ടത്, ഇൻക്രീസ് ഇൻ ലെങ്ത്. L is equal to FL divided by AY. Diameters, length, Young's modulus. അല്ലേ? L1 by L2 is equal to F1 by F2 into capital L1 by capital L2 into ഏരിയ താഴെയാണ്. അപ്പോൾ A2 divided by A1 into Y2 divided by Y1. ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്. L1 by L2 is equal to F1 by F2 into L1 by L2 into A can be replaced by R2² by R1² because area directly proportional to R², πr² into Y2 divided by Y1.
L1 by L2 equal to F1 by F2. F1 by F2. ആദ്യത്തെ കേസിൽ സ്റ്റീൽ ടു ബ്രാസ്. അപ്പൊ സ്റ്റീലാണ് ഫസ്റ്റ്, ബ്രാസ് രണ്ടാമത്തതാണ്. ഈ സ്റ്റീൽ വയറിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ 2m വരും 3m വരും. അപ്പോൾ 5mg ഡിവൈഡർ ബൈ ബ്രാസിന്റെ അടിയിൽ ഈ 3m മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 3mg ആയിരിക്കും അല്ലേ? L1 by L2ന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാ? ഡയമീറ്റേഴ്സ് ലെങ്ത്തിന്റെ റേഷ്യോ Q അല്ലേ? ഇത് Q ആണ്. റേഡിയസിന്റെ റേഷ്യോ എത്രയാ? ഡയമീറ്ററിന്റെ റേഷ്യോ P ആണ്. അപ്പൊ ഇവിടെ P സ്ക്വയർ വരില്ലേ? സ്ക്വയർ അല്ലേ? R2 സ്ക്വയർ ബൈ R1 സ്ക്വയർ. അപ്പൊ P സ്ക്വയർ ആയി ഇൻറ്റു Y2 ബൈ Y1. Y1 ബൈ Y2ന്റെ വാല്യൂ 6 ആണ്. അപ്പൊ അത് 1 ബൈ R അല്ലേ വരാം അല്ലേ? 5QP സ്ക്വയർ 5QP സ്ക്വയർ 5QP സ്ക്വയർ പറ്റിയ. അയ്യോ, ഇത് 1 ബൈ P സ്ക്വയർ കേട്ടോ. R2 ബൈ R1 അല്ലേ? അപ്പോ 5Q ഡിവൈഡർ ബൈ ഒന്ന് പറയടാ. ഏതാ ഓപ്ഷൻ സന? B. B is the correct answer. So, ഇവിടെ കോൺസെപ്റ്റ് ഇതാണ്. യു നോ ദാറ്റ് ഇക്വേഷൻ y is equal to stress divided by strain, or y is equal to FL divided by A into small l. You want to find an increase in their lengths, that is small l. The small l is equal to FL divided by AY, or L is equal to FL divided by pi R squared y. So L1 by L2 is equal. You want to find the ratio of their increase in length. L1 by L2 is equal to F1 by F2 into, this is over, then L1 by L2 into, this one is again over, into pi is a constant, R2 square by R1 square, this one is over, into Y2 divided by Y1. Clear? Here F1 പറയുമ്പോൾ this is F1, this is force F1. F1 means this 2m plus 3m, total 5mg. F2 is equal to, in brass wire this only 3m will exist, so 3mg. Then L1 by L2 is directly given. L1 by L2 is directly given as Q. R1 by R2 is given as P. So R2 by R1 all square is 1 by P square. Okay. Finally, Y1 by Y2 is equal to given as R. But here you substitute Y2 by Y1. So it is 1 by R. Okay, now? Yes, sir. The very important thing, the forces are not directly given, but it is clear. Force on steel wire is 5 mg and force on brass wire is 3 mg. Okay? Okay, no? Yes, sir. Then question number 5. Ashwin, then വായിച്ചടാ. Metal cylinder of length L subjected to uniform compressive F as shown in the figure. The metal
The material of the cylinder as Young's modulus Y and Poisson's ratio sigma. The change in volume of the cylinder. Change in volume of the cylinder is ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സിഗ്മ ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സിഗ്മ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. അറിയാമോ ഇക്വേഷൻ? No, sir. ഡിറൈവ് ചെയ്യണോ? Yes, sir. Is there any need to derive this equation? Yes, sir. Thank you for the feedback. ഡീറ്റെയിൽഡ് പറയാം. ഒരു സിലിണ്ടർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഡെൽറ്റ എൽ ബൈ എൽ ആണ് ആര്? ഡെൽറ്റ എൽ ബൈ എൽ ആണ് longitudinal strain. Okay. Okay. Delta R by R ആണ്. Yes, sir. Delta R by R is the പറയടാ. അതിനെന്ത് സ്ട്രെയിൻ എന്നാ പറയാ? ലെങ്ത് എൽ ആണ്, റേഡിയസ് ആർ ആണ്. നമുക്ക് വലിച്ചു നീട്ടിയെന്ന് വിചാരിച്ചു. എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി, റേഡിയസ് ആർ മൈനസ് ഡെൽറ്റ ആർ ആയി. ദെൻ ഡെൽറ്റ എൽ ബൈ എല്ലിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. ഡെൽറ്റ ആർ ബൈ ആറിനെ ലേറ്ററൽ സ്ട്രെയിൻ എന്നും പറയും. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ലേറ്ററൽ സ്ട്രെയിൻ. ഓക്കെ ആണോ? Yes, sir. Yes, sir. വോളിയം ഓഫ് ദി സിലിണ്ടർ, വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ഇവിടെ വോളിയം ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എൽ എന്ന് എഴുതാം. ഓക്കെ ആണോ? Yes, sir. ഡെൽറ്റ വി ബൈ സേ ഡെൽറ്റ ടി ആണെന്ന് വിചാരിച്ചു. പൈ കോൺസ്റ്റന്റ്, ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരാൻ ഒന്ന് പറയാമോ? R dr by dt.
ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r into delta r by delta t അല്ലേ? Yes, sir. പ്ലസ് ആർ സ്ക്വയർ കോൺസ്റ്റന്റ് ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ഡി പോകും. നമുക്ക് ത്രൂ ഔട്ട് ഇപ്പൊ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2r into delta r into L plus r square into delta L എന്നായി. ത്രൂ ഔട്ട് ഞാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഡെൽറ്റ വി ബൈ വി ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2r into delta r into L ഡിവൈഡർ ബൈ വോളിയം എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ആരാ? പൈ ആർ സ്ക്വയർഡ് എൽ അല്ലേ? പ്ലസ് r squared delta L by pi r squared delta. Sorry, pi r squared L. Okay. എന്താ കിട്ടാം? ഈ പൈ കട്ടായി പോയി. കിട്ടിയ delta v by v is equal to എല്ലാം പോവില്ലേ? അപ്പൊ എന്താ കിട്ടാം? ഈ പൈ പോയി 2r into ആറും പോയല്ലേ? അപ്പൊ ഡെൽറ്റ 2 into delta r by r അല്ലേ? പ്ലസ് L by L. delta L by L. അപ്പൊ ഡെൽറ്റ v by v equal to 2 into delta r by r plus delta L by L. ഇത്ര എല്ലാവരും ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇനി ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ അതിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുക. ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ വരും, കാരണം ലെങ്ത് കൂടുമ്പോൾ റേഡിയസ് കുറയും. ലേറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിനെയാണ് നമ്മൾ പോയിസൺ റേഷ്യോ എന്ന് പറയാ, അല്ലേ? ആണോ? ലേറ്ററൽ സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പൊ ഡെൽറ്റ ആർ ബൈ ആർ ഈസ് ഈക്വൽ എന്ത് എഴുതാൻ പറ്റും? മൈനസ് സിഗ്മ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. കറക്റ്റ് ആണോ? ഡെൽറ്റ ആർ ബൈ ആർ ക്യാൻ ബി ലേറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ. അപ്പൊ ഫൈനലി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു, come on, 2 into minus sigma into delta L by L plus delta L by L. Delta V by V is equal to, ഈ delta L by L common ആക്കാം. delta L by L into, come on, Plus 2 sigma. അത് വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് കേട്ടോ. ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1 minus 2 sigma. ഓക്കെ ആണോ? Yes, sir. Yes, sir. Delta V by V is the fractional change in volume. Delta L by L is the fractional change in length. നിങ്ങളെ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ. ഈ സിഗ്മയുടെ വാല്യൂ 0.5 ആയാൽ, സിഗ്മയുടെ വാല്യൂ 0.5 ആയാൽ 2 into 0.5 എത്രയാ? 1. 1 minus 1 എന്തായിരിക്കും? if സിഗ്മയുടെ വാല്യൂ 0.5 ആയാൽ, if സിഗ്മ ഈസ് ഈക്വൽ 0.5, ഡെൽറ്റ വി ബൈ വി എന്തായിരിക്കും? 0. സോ സിഗ്മയുടെ വാല്യൂ 0.5 ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ട്രെച്ച് ചെയ്താലും കംപ്രസ് ചെയ്താലും വോളിയം ചേഞ്ച് ആവാതിരിക്കൂ. സോ വാട്ട് എവർ മേ ബി ദ ഫോഴ്സ് അപ്ലൈഡ്, വാട്ട് എവർ മേ ബി ദ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, the volume remains constant only when sigma is equal to 0.5. Okay.
Yes. So in current electricity like നമ്മൾ പഠിച്ചിട്ടുണ്ട് wire is stretched so that length double the area becomes half, volume remains constant എന്ന് നമ്മൾ പറയാറുണ്ട്. We can assume the volume is constant only when sigma of that substance must be എന്തായിരിക്കണം? Point. So all of you should by heart that relationship. Delta V by V equal to 1 minus 2 sigma into delta L by L. Then this delta L by L replace ചെയ്യാം നമുക്ക്. F by A divided by F by A divided by delta L by L is equal to Young's modulus. So delta L by L is equal to delta L by L is equal to delta L by L is equal to, come on, F divided by A by L. Yes, sir. So change in volume by original volume is equal to 1 minus 2 sigma into F divided by AY. ആണോ? Yes, sir. അപ്പൊ ഏതാ ഓപ്ഷൻ ഏതാ? പറയടാ, ഇതിൽ ഏതാ ഓപ്ഷൻ എന്ന്? D. ബി ആണോ? D. ഡി അല്ലേ? 5ന്റെ ആൻസർ ഡി. 5ന്റെ ആൻസർ ഡി. ഡി ഡി യെസ്, ഡി ആണ് ആൻസർ കേട്ടാ. ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായോ? Yes, sir. Yes, sir. So you should by heart this relationship. Change in volume by original volume is equal to 1 minus 2 sigma into change in length by original length. This is a standard equation for a rigid body. Whatever may be the change in length, it is related to the volume change by a relation. Delta V by V is equal to 1 minus 2 sigma into delta L by L, where sigma is the Poisson ratio. Sigma equal to minus delta R by R divided by delta L by L. Lateral strain by linear strain is called Poisson ratio. Lateral strain by linear strain is called Poisson ratio. Okay, le? Yes. Next question is very, very important. It's an NCRT based question. NCRT worked out example. 6th question. എല്ലാവരും ഒന്ന് ചെയ്തേ. 6. That type of questions are frequently asked for JEE main entrance. Question number 6. കിട്ടിയാ? കിട്ടിയോടാ?
കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ഈ അടിഭാഗം അങ്ങ് ഫിക്സ് ചെയ്ത് മുകൾ ഭാഗത്ത് നിന്ന് അങ്ങ് തള്ളി. അപ്പൊ എന്താ സംഭവിച്ചേ? ഇങ്ങനെയാവും അല്ലേ? ഈ ആംഗിളിനെയാണ് ഷിയറിംഗ് ആംഗിൾ ഫൈ എന്ന് പറയാം. ഓക്കെ, Yes, sir. നമുക്ക് എന്താ കാണേണ്ടത്? Square lead slab of side 50 centimeter and thickness 10 centimeter subjected to a shearing force. Shearing force എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. ദ ലോവർ ഷിയർ മോഡുലസ് ഓഫ് ലെഡ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൽ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്. NCERT ബുക്കിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ദ ലോവർ ഫേസും അപ്പർ ഫേസും തമ്മിലുള്ള ഈ ഗ്യാപ്പ് ഇത് എത്രയെന്നാ വേണ്ടത്? ക്വസ്റ്റ്യൻ ഡെൽറ്റ ഇല്ല, അതാണ് കാണേണ്ടത്. Phi is equal to, from trigonometry, arc divided by radius, delta L by L. That this delta L by L നെയാണ് phi എന്ന് പറയുന്നത്. ഓക്കെ, യങ്സ് മോഡുലസ് ഷിയർ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? Force by area info. ഷിയർ മോഡുലസ് ഈറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? എഫ് ബൈ എ ഡിവൈഡർ ബൈ ഫൈ എന്നല്ലേ? ഫൈ ഈസ് ഈക്വൽ എന്ത് എഴുതാം? എഫ് ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ഈറ്റ എന്ന് എഴുതി കൂടെ അല്ലേ? ആണോ? ഇവിടെ Yes, sir. ഈ എഫ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? ഈ എഫ് തന്നിട്ടുണ്ട്. എഫ് എത്രയാ? 9 × 10⁴. എയുടെ വാല്യൂ എ. സ്ക്വയർ ലെഡ് സ്ലാബ് ആണ്, സൈഡ് 50 ആണ്, തിക്നെസ് 10 ആണ്. അപ്പൊ ഈ ഏരിയയുടെ വാല്യൂ എത്ര വരും? ഏരിയയുടെ വാല്യൂ അവരുടെ ഏരിയയുടെ വാല്യൂ എത്ര വരിക? ഈ തള്ളുന്ന സൈഡ് ഈ ഫേസിന്റെ വാല്യൂ എത്ര വരിക? 50 × 10 അല്ലേ വരിക? ആണോ? സെന്റിമീറ്റർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 10⁻⁻⁴. അതിൽ നിന്ന് 5 കിട്ടും. ഈ 5 എന്ന് പറയുമ്പോ ആരാ? ഡെൽറ്റ എൽ ബൈ എൽ. അതിൽ എല്ല് നമുക്ക് അറിയാം, അത് നമുക്ക് ഡെൽറ്റ എൽ കണ്ടൂടെ? കണ്ടുവിട്രാ? Yes, sir. മുഴുവൻ മനസ്സിലായോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിതാണ് ഫിഗർ കണ്ട. ഇവിടുന്ന് തള്ളി, ഇതാണ് ഡെൽറ്റ എൽ. ഈ സാധനമാണ് കാണേണ്ടത് കേട്ടോ, ഡെൽറ്റ എൽ ആണ് കാണേണ്ടത്. അപ്പർ ഫേസും ലോവർ ഫേസും തമ്മിലുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് ആ കാണുന്നത്. അപ്പർ ഫേസ് ഈസ് displaced through a distance delta L with respect to the lower face. You want to find that delta L. ഈ ആംഗിൾ ആണ് നമ്മൾ ഈ ഫൈ എന്ന് പറയുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൽറ്റ എൽ ഡിവൈഡർ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ആർക്ക് ഡിവൈഡർ ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ്. ഈറ്റ ഈസ് ഈക്വൽ എഫ് ബൈ എ ഡിവൈഡർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. നമ്മളതിന് ഈ ഡെൽറ്റ എൽ ബൈ എല്ലിനെ നമ്മൾ ഫൈ എന്നാ പറഞ്ഞത് കേട്ടോ. അതിൽ നിന്ന് ഡെൽറ്റ എൽ കണ്ടുപിടിച്ചു. ഫൈ കാണാനുള്ള ഇക്വേഷൻ എഫ് ബൈ എ ഇൻറ്റു ഈറ്റ എന്ന് പറഞ്ഞു. ഇനി ഫൈക്ക് വരെ ഡെൽറ്റ എൽ ബൈ എൽ കൊടുത്തു. അപ്പൊ എഫ് ബൈ എ ഈറ്റ എന്ന് വന്നു. ഇതിൽ നിന്ന് ഡെൽറ്റ എല്ലാണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡർ ബൈ എ ഇൻറ്റു ഈറ്റ എന്ന് വന്നു.
ഇതാണ് ഇക്വേഷൻ കണ്ടോ. എഫ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, ഈ എഫ് തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. ലെങ്ത് അറിയാം, ലെങ്ത്തും തന്നിട്ടുണ്ട് 0.5 ആണ്. ഏരിയയുടെ വാല്യൂ എത്ര വരും? ഏരിയയുടെ വാല്യൂ 50 × 10 വരും. പിന്നെ ഈറ്റ തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിച്ചു. ആൻസർ 0.16 മില്ലിമീറ്റർ ആണ്. 0.16 മില്ലിമീറ്റർ. ഓക്കെ, ഓക്കെ ആണോ? Yes, sir. ജസ്റ്റ് ഞാൻ NCERT ബുക്ക് ഒന്ന് കാണിച്ചു തരാം. സ്ക്രീൻ കാണാമോ? Yes, sir. ഈ പ്രോബ്ലം അത് കണ്ട. കാണാലോ അല്ലേ? Yes, sir. ഈ ആംഗിളാണ് φA, ഈ ലെങ്ത് ഡെൽറ്റ എൽ. ഈ ഡെൽറ്റ എല്ലാണ് കാണേണ്ടത്. ഡെൽറ്റ എൽ ബൈ എൽ ആണ് φ. ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് തന്നിട്ടുണ്ട്. ഈറ്റ ഈസ് ഈക്വൽ എന്താ പഠിച്ചുള്ളത്? F/A ഡിവൈഡർ ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് പഠിച്ചുള്ളത്. ഈ എഫ് എന്ന് പറയുമ്പോൾ ഏത് എഫ് ആണ്? നോർമൽ ഫോഴ്സ് ആണോ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണോ? Tangential force. എ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ, നമ്മൾ ആ തള്ളിയ ഫേസിന്റെ ഏരിയ. ആ ഫേസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് എത്രയാ? 15. ഈ ലെങ്ത് എത്രയാ? 10. 10. അങ്ങനെയാണ് 50 × 10 വരുന്നത് ഏരിയയുടെ വാല്യൂ കേട്ടോ. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മൈ പ്രഡിക്ഷൻ, ഈ വർഷം ജയിക്കോ അല്ലെങ്കിൽ നീറ്റിനോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രഡിക്ഷനാണ്, വെച്ചോ. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉണ്ട്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള NCERT ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ വർഷം എഴുതുന്ന കുട്ടികളാണെങ്കിൽ മുഴുവൻ പഠിച്ച് തീർന്നില്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും ചെയ്യാം. NCERT ബുക്കിലുള്ള വർക്ക് ഔട്ട് എക്സാമ്പിൾസ് എല്ലാം ഒരു റൗണ്ട് ചെയ്ത് നോക്കും. ഫിസിക്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ കിട്ടും. എക്സസൈസ് പാടി ഇതിലെങ്കിലും കുഴപ്പമില്ല, വർക്ക് ഔട്ട് എക്സാമ്പിൾസ് മാത്രം ചെയ്താൽ മതി. 10 കിട്ടും. 10 × 4 40 മാർക്കായി. ഫിസിക്സിൽ 40 മാർക്ക് കിട്ടിയാൽ കെമിസ്ട്രിയിൽ ഒരു 50 മാർക്ക് കിട്ടും. ഇപ്പോൾ 90ആയി. മാത്സിൽ ഒരു 20-25 മാർക്ക് മേടിക്കുക, ഒരു 110-115 കിട്ടും. ഒരു 115 മാർക്ക് കിട്ടിയാൽ തന്നെ ക്വാളിഫൈഡ് ആവും മെയിൻസ്. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടും, കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് ഓൾ ഓഫ് യു പ്ലീസ് റൈറ്റ് മെയിൻസ്. നമ്മൾക്ക് ഒരു ഫീൽ ഉണ്ടാവും, ദിസ് ചാപ്റ്റർ ഈസ് വെരി ഡിഫിക്കൽട്ടി ലെവൽ ഈസ് വെരി ലെസ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ എന്ന് പലർക്കും തോന്നാറുണ്ട്. പക്ഷേ യൂഷ്വലി ദ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഹലോ, ഓക്കെ, ഓക്കെ ആണോ?
Yes. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 7. കോട്ടയം നെല്ലാപ്പാറ 42 വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ബസ് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. ബിദിനം ദാസാണ്. ഓക്കെ, 7 കിട്ടിയോ? ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫോഴ്സ് അല്ലേ? ഇപ്പോൾ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു F/A ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എഫ് അല്ലേ കാണേണ്ടത്. ഇപ്പോൾ F ഈസ് ഈക്വൽ Y ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡർ ബൈ Y ഇൻറ്റു ഡെൽറ്റ എൽ ബൈ AL അല്ലേ? ആണോ? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 × 10⁻11. ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ടോ? ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഡയറക്ട്ലി ഗിവൺ 0.1%. സോ 0.1/100 ബൈ A ഈസ് 0.1 centimeter square. So into 10⁻⁻4. Delta L by L is directly given in this problem because 0.1%. ഏരിയ മോളിലല്ല. Vidya. F/A divided by delta L by L is equal to Y. അപ്പോൾ F is equal to F അല്ലേ വേണ്ടത്? F equal to Y into delta L by L. കറക്റ്റ് അല്ലേ? Y into delta L by L ഇൻറ്റു എ അല്ലേ വരിക? ഈ എ ഡിനോമിനേറ്റർ റൈറ്റ് സൈഡിലോട്ട് പോയി ന്യൂമറേറ്ററിലാണ് എ കേട്ടോ, കറക്റ്റാണ്. വൈയുടെ വാല്യൂ 2 × 10⁻11 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ 0.1%. അപ്പോൾ 0.1/100 ഇൻറ്റു ഏരിയയുടെ വാല്യൂ ഡയറക്ട്ലി ഗിവൺ 0.1 ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. എന്താ ആൻസർ? 2000 ന്യൂട്ടനാണ്. ഓക്കെ, 6/26 അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് റൗണ്ട് JEE പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് മോഡൽ പേപ്പേഴ്സൊക്കെ വേണമെങ്കിൽ ഞാൻ അഡീഷണലി അയച്ചു തരാം. ഇപ്പോൾ ഈ തൃശ്ശൂർ ബ്രാഞ്ചിൽ ഓൾറെഡി എന്ത് നടക്കുന്നുണ്ട് വെച്ചാൽ മോർണിംഗ് 5:30 to 8:30 മോഡൽ എക്സാമിനേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ആൾട്ടർനേറ്റ് ഡേയ്സ് എക്സാം പ്ലസ് ഡിസ്കഷൻ ഫോർമാറ്റിൽ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അയച്ചു തരാം. അതുപോലെ അഡീഷണൽ പേപ്പേഴ്സ് വേണമെങ്കിൽ അതും അയച്ചു തരാം. എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ട്, പക്ഷെ നിങ്ങൾ അതിലൊന്നും ചോദിക്കാറില്ല. +1കാർ പിന്നെയും ചോദിക്കുന്നുണ്ട്, +2കാർ ഒന്നും ചോദിക്കാറില്ല. എഗെയിൻ മൈ നമ്പർ ഞാൻ വീണ്ടും ഷെയർ ചെയ്ത് തരാം. 9847041460 9847041460. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശ്രീ ചൈതന്യയുടെയോ നാരായണയുടെയോ അലൻ്റെയോ ആകാശിൻ്റെ ഒക്കെ ടെസ്റ്റ് പേപ്പേഴ്സ് വേണമെങ്കിൽ ഐ വിൽ പ്രൊവൈഡ് കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണ്, ഒന്നും സംഭവിക്കില്ല, നല്ലതാണ്. പലർക്കും ഒരു ഫീൽ ഉണ്ടാവും ഈ 5:30 എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തലവേദനിക്കൂല എന്നൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. തലയൊക്കെ വേദനിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയായിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് മോഡൽ പേപ്പേഴ്സൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ. Thank you. Thank you, sir.